രാജകുമാര പുസ്തകത്തിൽ നാബൂത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചും അത് ചതിയിലൂടെ സ്വന്തമാക്കുന്ന അഹാബ് രാജാവിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ ഭാവമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എന്ത് പറ്റി ബാബു? അങ്ങനെയാണ് ആഹാരം പോലും കഴിക്കാതെ വിശ്വസിക്കുന്നത്? നാം ആഗ്രഹിച്ച നാബൂത്തിന്റെ ആ മുന്തിരിത്തോട്ടം അത് തരുവാൻ അവൻ തയ്യാറാവുന്നില്ല. അവന് പണം കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? പറഞ്ഞു. അതവന്റെ പിതൃസ്വത്താണത്തെ, അതുകൊണ്ട് അവനത് വിൽക്കുകയില്ല. ഇത്ര നിസ്സാര കാര്യത്തിലാണ് അങ്ങ് വിഷമിച്ചിരിക്കുന്നത്. അങ്ങ് ഇസ്രായേലിലെ രാജാവാണ്. പോയി ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കൂ. അങ്ങയുടെ ഭാര്യയായി ജസബേൽ ആ മുന്തിരിത്തോട്ടം അങ്ങേക്ക് തന്നിരിക്കും. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. ആ മന്ത്രി, നമ്മുടെ രാജാവ് ആഗ്രഹിച്ച നാബൂത്തിന്റെ ആ മുന്തിരിത്തോട്ടം അത് തരാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഒരു ഉപവാസം വിളിച്ചു കൂട്ടി അവിടെ 2 പേർ നാബൂത്ത് ദൈവത്തിനെ എതിര് സംസാരിച്ചു എന്ന് പറയണം. അങ്ങനെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മഹാറാണി ഉത്തരവുപോലെ അവന്റെ കഥ ഇന്ന് കഴിഞ്ഞു തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാണി എന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? പ്രഭു, നാബൂത്തിന്റെ ആ മുന്തിരിത്തോട്ടം ഇനി അങ്ങേടേതാണ്. അവനിന്ന് ജീവിച്ചിരിപ്പില്ല. പോയി ആ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കോളൂ. അഹാബ് രാജാവിന് വന്ദനം. ആരിത്? ഏലിയ പ്രവാചകനോ? അതെ, ഇസ്രായേൽ ഭരണം നന്നായിരിക്കുന്നു. പക്ഷേ അനീതി ദൈവം പൊറുക്കൂല. എന്താ ഇതിനെ കുറിച്ചാണ് അങ്ങ് സംസാരിക്കുന്നത്? പറയാം. നല്ലവനായ നാബൂത്തിനെ നീയും നിന്റെ ഭാര്യ കൂടി കൊന്നുകളഞ്ഞില്ലേ? അവന്റെ മുന്തിരിത്തോട്ടം നീ കൈവശപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് ദൈവം പറയുന്നു, നാബൂത്തിനെ കൊന്ന സ്ഥലത്ത് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. നിന്റെ ഭാര്യയായ ജസബേലിനെ നായ്ക്കൾ കൊന്നു. ഏലിയാ, എന്റെ ദൈവമേ, ഞാൻ പാപം ചെയ്തു. നീതിമാന്റെ രക്തം എന്റെ കൈകളിൽ വീണു. എന്റെ പട്ടുവസ്ത്രങ്ങളും കിരീടവും എനിക്ക് വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചാക്കൊടുത്ത് ചാഴ്ത്തിക്കടന്ന് ഉപവസിക്കും.